പിടിച്ചോണം, മുറുകെ പിടിച്ചോണം. എന്താടാ? ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ സ്കൂളില് സ്വാതന്ത്ര്യദിനം ഭയങ്കര ആഘോഷമാ. പണിക്കര് മാഷാണ് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത്. പണിക്കര് മാഷാണെങ്കിൽ പതാകയൊക്കെ ഉയർത്തിയതിന് ശേഷം ഞങ്ങളെ എല്ലാരെയും വിളിച്ചിരുത്തിയതിന് ശേഷം സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കും. സ്വാതന്ത്ര്യ സമര സേനാനികൾ അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും അവരുടെ അർപ്പണബോധത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം ഞങ്ങളെ എല്ലാരെയും വിളിച്ചുകൊണ്ട് മാഷിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാടിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരും. എന്നിട്ട് മാഷിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു കാലമായിരുന്നു. പാവം മാഷ് 101-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. പിന്നെ കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന കെ കേളപ്പനെ പരിചയം ഉണ്ടായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം ഗാന്ധിജി തിരുവിതാംകൂറിൽ വന്നപ്പോൾ ഗാന്ധിജിയെ മാഷ് കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. ക്ഷേത്രപ്രവേശനം എന്ന് പറയുമ്പം ഗാന്ധിജി 5ാമത്തെ തവണ ഇവിടെ കേരളത്തിൽ വന്ന 1937 അതെ അതെ. അപ്പൊ കണ്ടു കാണും. പൊളിച്ചേട്ടാ. பார்க்க முடியலன்னா என்ன கல்லு, அவங்கெல்லாம் நம்ம மனசுலயே இருக்காங்கல்ல. ചേട്ടാ, അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയോ? സ്വാതന്ത്ര്യ സമര സേനാനി പറഞ്ഞേ. സ്വാതന്ത്ര്യ സമര സേനാനികൾ. അറിയപ്പെടുന്നവരോ? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് മക്കളെ. അതിനകത്ത് ഈ പറഞ്ഞ അറിയപ്പെടുന്നവരെന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേല്, റാണി ലക്ഷ്മിബായി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, അങ്ങനെ ഇഷ്ടംപോലെ പേരുണ്ട്. நான் சின்னத்துல இருக்கும்போது என்னோட டீச்சர் இந்த சுதந்திர போராளிகளை பத்தி எல்லாம் நிறைய சொல்லி கொடுத்திருக்காங்க. അത് പിന്നെ കരയാൻ എല്ലാ സ്കൂളിലും എല്ലാ ടീച്ചർമാരും പറഞ്ഞു കൊടുക്കും. മോളെന്തോ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു അവരുടെ ഒക്കെ ഫോട്ടോ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നല്ലോ. അത് കറക്റ്റാ മാള് പറഞ്ഞത്. അങ്ങനെ കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് വരയ്ക്കായിരുന്നു. ചേട്ടാ മേടിച്ചിണ്ടാ ഫോട്ടോ? ഫോട്ടോ ഒപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. സുധോടയോ അറിയാന്നേ പോവാ ഇങ്ങോട്ട് ഫോട്ടോ മേടിക്കേ. ഫോട്ടോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോ പിള്ളേർക്ക് വേണം. വരയ്ക്കാനോ? ഫോട്ടോ മേടിക്കണോ? മേടിക്കാം. കല്ലൂസ് ഇവിടെ ഇരിക്കാണ്. എന്താണ്? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പോയിട്ട് വരുമ്പോ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നേ. മാളു, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കളറാക്കണ്ടേ? ഉറപ്പായിട്ടും. பாரு என்ன சொன்னாலும் அவ சொல்லுவா உறப்பாயிட்டும் உறப்பாயிட்டும். നാശത്തിലോട്ടാ അതിന്റെ പോക്ക് ഈ കൂട്ട്. കേശട്ടാ, പാചകം അടിച്ചോണ്ടിരിക്കാതെ പോയി മേടിച്ചിട്ട് വേട്ടാ. പോണേ പോണ് അളയാ. നാളെ പൊറോട്ടയും ബീഫും ചെലവ്. ബാ. എന്തിന്? ഇൻഡിപെൻഡൻസ് ഡേ. അതിനാ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അളിയനെ സോപ്പിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് ഇവിടുന്ന് വരും.